10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള കോമ്പാക്ട് SUV ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ സോണറ്റിൻ്റെ EHTK ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. അതല്ല 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു കാർ നോക്കുന്നവർക്കും വേണമെങ്കിൽ ഈ സോണറ്റിൻ്റെ HTK ഓപ്ഷണൽ വേരിയൻ്റ് നോക്കാം. ഇത് HTK ഓപ്ഷണൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇപ്പോൾ സോണറ്റിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഇത് സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12,97,000 രൂപയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമുക്ക് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഫ്ലിപ്പ് കീസാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ടിൽറ്റ് ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഇത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ലിവറാണ്. അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിന് താഴെ അകത്ത് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഒരു സിംഗിൾ ഡിൻ സൺറൂഫ് കാര്യങ്ങൾ വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഡിമ്മിങ്, മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMസും കാണാം. ഈ വാഹനത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ക്രെറ്റ അല്ലെങ്കിൽ സെൽട്ടോസിൻ്റെ ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു വാഹനം വാങ്ങണമെങ്കിൽ മിനിമം ഒരു 20 ലക്ഷം രൂപയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യണം. അത്രയും പൈസ സ്പെൻഡ് ചെയ്യാനില്ല. നിങ്ങൾക്കൊരു ചെറിയ വാഹനം മതിയെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് കാറാണ് സോണറ്റിൻ്റെ EHTK ഓപ്ഷണൽ വേരിയൻറ്റ്.